ഈ ബാഡ് ഗൈസിൽ നമ്മൾ പറയുന്നതാണ് അസുരന്മാര്. ഗുഡ് ഏഞ്ചൽസ് നമുക്ക് മാലാഖമാരോ അഥവാ ദൈവങ്ങളോ അങ്ങനെയാണ് അവർ വിവരിക്കുന്നത്. അപ്പോ നമ്മളെല്ലാരും മഹാബലി കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ മഹാബലി നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് വലിയ രാജാവായിരുന്നല്ലോ. അപ്പൊ ഈ രാജാവ് ശരിക്കും നല്ല മനസ്സായിരുന്നെങ്കിലും പുള്ളി ആക്ച്വലി ബാഡ് ഗ്രൂപ്പിൽ പെടുന്ന ആളായിരുന്നു. ഈ അസുരന്മാരുടെ കൂടെ പെടുന്നതായിരുന്നു. പക്ഷെ അസുരന്മാരുടെ കൂടെ പെടുന്നതാണെങ്കിൽ പോലും നല്ല മനസ്സായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലോണം ഭരിച്ചോണ്ടൊക്കെ ഇരുന്നപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ മനുഷ്യരെല്ലാരും ഒന്നുപോലെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഈ ആൾക്കാർക്കെല്ലാം മഹാബലിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ഈ മുകളിലിരിക്കുന്ന ഗുഡ് ഗൈസ്, അതായത് ഈ ദൈവങ്ങള്, അവര് കണ്ടപ്പോൾ അവരോർത്തു, ഈ അസുരന്മാരോട് പെടുന്ന ഈ മഹാബലി എന്തിന് ഇത്ര നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം. അങ്ങനെ തോന്നിയപ്പോ അവരെന്ത് ചെയ്തു, അവരൊരു ചെറിയ പണി വെക്കാന്ന് ഓർത്തു. അവര് ഇവരുടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആള്, അതായത് വിഷ്ണുവിന്റെ അടുത്ത് നിന്ന് ഒരു കംപ്ലൈന്റ് വരെ പറഞ്ഞു. അപ്പൊ വിഷ്ണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിന് ഇങ്ങനെ പല രൂപങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവമായിരുന്നു. അപ്പം വിഷ്ണു എന്ത് ചെയ്തു, വിഷ്ണു ഒരു ബ്രാഹ്മൺ കുട്ടിയുടെ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് വന്നു എന്നാണ്. അപ്പൊ ഈ ബ്രാഹ്മൺ കുട്ടിയുടെ രൂപത്തിൽ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് മാവേലി ചെന്ന് കണ്ടു. മാവേലിനെ കണ്ടിട്ട് മാവേലിയോട് ചോദിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ മാവേലി എന്താ നല്ല മനുഷ്യൻ, മാവേലി പറഞ്ഞു പിന്നെന്താ തരാലോ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി എന്താ ചോദിച്ചത്, കുട്ടി ചോദിച്ചു എനിക്ക് 3 ഫുട് സ്റ്റെപ്സ്, 3 കാല് വെക്കാനുള്ള അത്രയും സ്ഥലം ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ മാവേലി വാക്ക് പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ മാവേലിയോട് കൊടുത്തേക്കാന്ന് ഓർത്തു. തരാലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്താ സംഭവിച്ചെന്നോ, ഈ വിഷ്ണു അങ്ങ് പെട്ടെന്ന്, അതായത് വിഷ്ണു ബ്രാഹ്മൺ കുട്ടിയുടെ രൂപത്തിൽ വന്ന വിഷ്ണു പെട്ടെന്ന് അങ്ങ് സൈസിൽ ഭയങ്കര വലുതായപ്പോഴേക്കും എന്താ കാലൊക്കെ അങ്ങ് ഭയങ്കര വലുതായി. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി മൊത്തം കവറായി. സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തപ്പോഴേക്കോ ആകാശം മൊത്തം കവറായി. അങ്ങനെ വന്നപ്പോ 3-ാം സ്റ്റെപ്പ് എടുക്കാൻ സ്ഥലമില്ല. അപ്പൊ മാവേലി ആണെങ്കിലോ വാക്ക് പറഞ്ഞു പോയതാണല്ലോ. അന്നത്തെ കാലത്തൊക്കെ വാക്ക് പറഞ്ഞ പിന്നെ നമുക്ക് പാലിക്കാതിരുന്ന വളരെ മോശമാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു, മാവേലി തന്നെ കുമ്പിട്ടിട്ട് പറഞ്ഞു, എന്നാ മോൻ എന്റെ തലയിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മാവേലിനെ അന്ന് താഴ്ത്തി ഭൂമിയുടെ അടിയിലേക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, മാവേലി ഇത്രയ്ക്ക് നല്ല മനുഷ്യനൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കണല്ലോ. അപ്പൊ അങ്ങനെ കൊടുത്തതാണ് വർഷത്തിൽ ഒരു വട്ടം വന്നിട്ട് നമ്മളെല്ലാം കാണാനായിട്ട്, മാവേലിയുടെ നാട്ടുകാരായ നമ്മളെല്ലാം വന്ന് കാണാനായിട്ട് വർഷത്തിൽ ഒരു വിസ കൊടുത്തു. ആ ദിവസമാണ് നമ്മുടെ ഓണം. അപ്പൊ അങ്ങനെ ആഘോഷിക്കുന്ന ആണത്ത്. അങ്ങനെ മാവേലി ഒരു ദിവസം വരുമല്ലോ. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ സത്യം പറഞ്ഞ അഭിനയിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നിലത്തിരിക്കാത്ത പിള്ളേർക്ക് എന്ത് ചെയ്യും, നിലത്തൊക്കെ പട്ടുപാവാടൊക്കെ എടുത്തിട്ട് പൂക്കളിടാൻ തുടങ്ങും. അമ്മമാരാണെങ്കിലോ നോർമലി പണിയൊന്നും ഇല്ലാണ്ട് സീരിയലും കണ്ടിരിക്കുന്ന അമ്മമാർ ഇപ്പൊ എന്ത് ചെയ്യും, തിരുവാതിരകളി തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഓണം. അതായത് ഒരു സമ്പന്നമായ ഒരു കേരളം അഭിനയിച്ചു കാണിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഓണം. പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് ഓണം? യഥാർത്ഥത്തിൽ അതല്ല ഓണം. യഥാർത്ഥത്തിൽ ഓണം എന്ന് വെച്ചാൽ പൂക്കളുടെ കാലമാണ്, ഐശ്വര്യത്തിന്റെ കാലമാണ്, കൂട്ടായ്മയുടെ കാലമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, സമുദ്ര സുന്ദരമായ ഒരു കേരളം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മഹാബലിയുടെ മുമ്പിൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഫേക്ക് ആയിട്ടുള്ള വേൾഡ് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ, അതായത് ഇന്നത്തെ തലമുറ, നമ്മളെല്ലാവരും അതിനായി പരിശ്രമിക്കണം. അപ്പൊ വിദേശത്ത് താമസിക്കുന്ന ആരെങ്കിലും പോലും ഇങ്ങനെ ഒരു സുന്ദരമായ കേരളം മനസ്സിൽ കണ്ടുകൊണ്ടും അതിനായി പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും ഓണത്തിന് ആശംസകൾ. നന്ദി, നമസ്കാരം.